നമസ്കാരം. ശശി തരൂരിനെ ഒപ്പം കൂട്ടാൻ കരുക്കൾ നീക്കുകയാണ് CPM. ശശി തരൂർ MP ദുബായിലേക്ക് പറന്നതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലുണ്ടെന്നാണ് വിവരം. കോഴിക്കോട് പര്യടനത്തിനിടെ മുതിർന്ന CPM നേതാവ് തരൂരിനെ ഫോണിൽ ബന്ധപ്പെട്ട് പുതിയ ഓഫർ മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് തരൂരിന്റെ ദുബായ് യാത്ര. തരൂരിനെ അവിടെ വെച്ച് പിണറായിയുടെ വിശ്വസ്തൻ കാണുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. AKG സെന്ററിൽ തയ്യാറാക്കിയ ഓപ്പറേഷൻ തരൂർ ഇപ്പോൾ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. കോൺഗ്രസിനുള്ളിലെ അവഗണനകളിൽ മനം മടുത്തു നിൽക്കുന്ന തരൂരിനെ ഇടതുമുന്നണിയിലെത്തിക്കാൻ ചില്ലറ വാഗ്ദാനങ്ങളല്ല CPM മുന്നോട്ട് വച്ചിരിക്കുന്നത്. പുതിയ പാർട്ടി രൂപീകരിച്ച് LDFിലേക്ക് വരികയാണെങ്കിൽ നിയമസഭയിൽ 15 സീറ്റുകളാണ് വാഗ്ദാനം. ഇതിനു പുറമെ മുന്നണിയിൽ CPIക്ക് തുല്യമായ പരിഗണനയും ഉറപ്പു നൽകുന്നു. ദുബായിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഈ ഓഫറുകളുടെ ബാക്കി പത്രങ്ങളും മുന്നണി പ്രവേശനത്തിനുള്ള സാങ്കേതിക വശങ്ങളും പിണറായിയുടെ ദൂതൻ തരൂരിനെ അറിയിക്കും. CPMന്റെ ഈ മെഗാ ഓഫർ തരൂർ സ്വീകരിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഇടതുപക്ഷത്തിനൊപ്പം ചേരാൻ തീരുമാനിച്ചാൽ തരൂർ ഉടൻ തന്നെ ലോക്സഭ MP സ്ഥാനം രാജിവെക്കും. ഇതോടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനും കളമൊരുങ്ങും. നായർ ക്രിസ്ത്യൻ വോട്ടുകളിലും യുവാക്കൾക്കിടയിലും തരൂരിനുള്ള സ്വീകാര്യത വോട്ടാക്കി മാറ്റാനാണ് പിണറായിയുടെ നീക്കം. തരൂർ കോൺഗ്രസ് വിടുന്നത് പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള പ്രതിച്ഛായയെ പോലും ബാധിക്കും. രാഹുൽ ഗാന്ധിയുടെ സന്ദർശന വേളയിലുണ്ടായ അവഗണനയിൽ നീറിപ്പോകുന്ന തരൂരിനെ കൃത്യസമയത്ത് റാഞ്ചാനാണ് AKG സെന്റർ ലക്ഷ്യമിടുന്നത്. തരൂർ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും ദുബായിലെ രഹസ്യ ചർച്ചകൾക്ക് ശേഷം കേരളം കാത്തിരിക്കുന്നത് വമ്പൻ വെളിപ്പെടുത്തലുകളായിരിക്കുമെന്നും സൂചനകളുണ്ട്. കഴിഞ്ഞ ദിവസം CPM ഉന്നത നേതാവാണ് തരൂരിനെ ബന്ധപ്പെട്ടത്. കേരളത്തിലുടനീളം 15 സീറ്റ് നൽകാമെന്നാണ് വാഗ്ദാനം. പുതിയ പാർട്ടിയുണ്ടാക്കി ഇടതുമുന്നണിയിലേക്ക് വരാനാണ് നിർദ്ദേശം. അർഹിക്കുന്ന പരിഗണന നൽകാമെന്നും തരൂരിനെ മുതിർന്ന CPM നേതാവ് അറിയിച്ചിട്ടുണ്ട്. ഇതിനോട് അനുകൂലമായോ പ്രതികൂലമായോ തരൂർ പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് മുതിർന്ന നേതാവ് തരൂരിനെ ബന്ധപ്പെട്ടത്. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളെയും അണികളെയും അടർത്തിയെടുക്കുകയാണ് CPMന്റെ ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായ ഒരു മുതിർന്ന CPM നേതാവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തരൂരുമായി അതീവ രഹസ്യമായി ആശയവിനിമയം നടത്തിയത്. വെറും ഒരു ക്ഷണമല്ല, മറിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ പോലും ഞെട്ടിക്കുന്ന വാഗ്ദാനങ്ങളാണ് ഇടതുപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ LDFിന്റെയും പിണറായി സർക്കാരിന്റെയും ശബ്ദമായി തരൂരിനെ മാറ്റുകയാണ് ലക്ഷ്യം. കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോരുകളും അവഗണനയും മൂലം തരൂർ കുറച്ചുകാലമായി അതൃപ്തനാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ കൊച്ചി സന്ദർശന വേളയിലുണ്ടായ അവഗണന തരൂരിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ അവസരം കൃത്യമായി മുതലെടുക്കാനാണ് പിണറായിയുടെ നീക്കം. ഡൽഹിയിലെ പരിപാടിയിൽ പങ്കെടുക്കാത്ത തരൂരിന്റെ നടപടിയും വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ തരൂർ ഇതിന് വിശദീകരണം നൽകിയിരുന്നു. പരിപാടിക്കില്ലെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നതായിരുന്നു തരൂരിന്റെ വിശദീകരണം. മാധ്യമങ്ങളിൽ വരുന്നതിൽ ശരിയും തെറ്റുമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതൊന്നും പൊതുവേദിയിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. ഡൽഹി ചർച്ചയിലെ വിട്ടുനിൽക്കലിൽ അതൃപ്തി തള്ളാതെയായിരുന്നു തരൂരിന്റെ ഈ പ്രതികരണം. പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് പാർട്ടിയെ നേരത്തെ അറിയിച്ചിരുന്നുവെന്നും തരൂർ വിശദീകരണം നൽകിയിരുന്നു. പാർട്ടിക്കകത്ത് പറയാനുള്ളത് പാർട്ടിക്കകത്ത് പറയുമെന്നും എറണാകുളം വിവാദത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നുമായിരുന്നു തരൂരിന്റെ നിലപാട്. എൻ്റെ പുസ്തകം ഇവിടെ പ്രകാശിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. രാഷ്ട്രീയ പരിപാടിയുടെ പേരിൽ ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിലെ പുസ്തക പ്രകാശനം മാറ്റേണ്ടി വന്നു. അതുകൊണ്ടാണ് കോഴിക്കോട് പങ്കെടുത്തതെന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടും നേതൃത്വം ഇതുവരെയും തരൂരിനോട് വിശദീകരണം തേടിയിരുന്നില്ല. നരേന്ദ്രമോദിയെ അനുകൂലിച്ചും കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ എതിർത്തും മുമ്പും തരൂർ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. നെഹ്റു കുടുംബത്തെ നേരിട്ട് വിമർശിച്ചതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തരൂരിന്റെ അഭിപ്രായങ്ങൾ വിവാദമായിരുന്നു. ജനുവരി 19 കൊച്ചിയിൽ നടന്ന KPCC മഹാപഞ്ചായത്ത് പരിപാടിയിലെ സംഭവ വികാസങ്ങളിൽ തരൂർ അതൃപ്തനാണെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. താൻ അപമാനിതനായെന്ന വിവരം തരൂർ നേതാക്കളെ അറിയിച്ചിരുന്നു. പരിപാടിയെക്കുറിച്ച് കൃത്യമായ വിവരം പാർട്ടി നേതാക്കൾ നൽകിയിരുന്നില്ല. സമയപരിമിതി ഉണ്ടെന്നറിയിച്ച് തന്റെ പ്രസംഗം നേരത്തെയാക്കി. രാഹുൽ ഗാന്ധി വേദിയിലെത്തിയ ശേഷം മറ്റ് നേതാക്കൾക്ക് പ്രസംഗിക്കാൻ അവസരം നൽകിയെന്നും തന്നെ തഴഞ്ഞുവെന്നുമായിരുന്നു തരൂർ പറയുന്നത്. പാർട്ടിക്കെതിരെ പരസ്യ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് പിന്മാറുമെന്നും പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനായിരിക്കുമെന്നും തരൂർ നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ.